കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരേഖ്. ഞാൻ നിങ്ങളെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഓണം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? സോ ഓണം എക്സാമിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നമ്പർ വേൾഡ്. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിപ്പോൾ ബോർഡിൽ കാണുന്നുണ്ടാവുക. എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അല്ലേ? എന്തായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ? 1, 3 ഈ രണ്ട് നമ്പേഴ്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ച് എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സുകൾ ഉണ്ടാക്കാം? രണ്ടൊക്കെ സംഖ്യകൾ എത്രയെണ്ണം ഉണ്ടാക്കാം? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? 13 അതുപോലെ 31. ഈ രണ്ട് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. എത്ര നമ്പേഴ്സ്? 2 നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സ് ഉണ്ടാക്കാം. സോ ഇതുപോലെ നിങ്ങളോട് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. ഞാൻ തന്ന നമ്പേഴ്സ് 1, 3, അതിന്റെ കൂടെ ഞാൻ ഒരു 5ഉം കൂടെ എക്സ്ട്രാ തന്നു. 3 നമ്പേഴ്സ് തന്നു. സോ ഈ 3 നമ്പേഴ്സ് വെച്ച് നിങ്ങൾക്ക് എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നിങ്ങൾക്ക് എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? ഓക്കെ, റെഡി? ഓക്കെ, എന്തോ ഒരു സൗണ്ട് കേട്ടു, പോട്ടെ. അപ്പൊ നമുക്ക് ഇത് വെച്ച് എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? സിമ്പിൾ ആയിട്ട് പറയാം. എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ എഴുതി നോക്കും അല്ലേ? 135, 531, 315 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതി നോക്കും. അങ്ങനെ എഴുതി 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 നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മൾ നേരത്തെ എന്താക്കിയിട്ടുണ്ടായിരുന്നു? 31, 13 ഈ രണ്ട് നമ്പേഴ്സ് ഉണ്ടാക്കി. ഇതിന്റെ കൂടെ എക്സ്ട്രാ 5ഉം കൂടെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് 3 അക്ക സംഖ്യകൾ 3 ഡിജിറ്റ് നമ്പേഴ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 5 എന്നുള്ള നമ്പർ ഞാൻ ആദ്യം കൊടുത്തു. 31ന്റെ ഫസ്റ്റ് കൊടുക്കുവാണെങ്കിൽ എനിക്ക് എന്തുണ്ടാക്കാം? 531. സെന്ററിൽ കൊടുക്കുവാണെങ്കിലോ 351. ലാസ്റ്റ് കൊടുക്കുവാണെങ്കിൽ 315. അപ്പൊ എനിക്ക് 3 നമ്പേഴ്സ് അവിടെ ഉണ്ടാക്കാൻ പറ്റി. അതേപോലെ 13ൽ ഞാൻ ആദ്യമായിട്ട് 5 കൊടുത്താൽ 530, സെന്ററിൽ കൊടുത്താൽ 153, അതേപോലെ ലാസ്റ്റ് കൊടുത്താൽ 135. അപ്പൊ നമുക്ക് വീണ്ടും 3 നമ്പേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. സോ ടോട്ടൽ എത്ര നമ്പേഴ്സുകൾ ഉണ്ട്? 6 നമ്പേഴ്സുകൾ. 6 നമ്പേഴ്സ്. 6 നമ്പേഴ്സുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ഇതൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ? എഴുതി കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇതിനൊരു കുഞ്ഞു ട്രിക്ക് മിസ് പറഞ്ഞു തരട്ടെ. എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? നല്ല അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് തന്നത് ഏതൊരു 3 നമ്പേഴ്സും ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ 1, 3, 5 അല്ലേ തന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഏത് നമ്പേഴ്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. 1ഉം 3ഉം 5ഉം മാത്രമൊന്നുമല്ല, ഏത് 3 നമ്പേഴ്സ് തന്നു. പക്ഷെ 0 അതിലുണ്ടാവാൻ പാടില്ല കേട്ടോ. 0 അതിലുണ്ടാവാൻ പാടില്ല. അങ്ങനെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു 3 നമ്പർ തന്നിട്ട് നിങ്ങളോട് അതിൽ എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഇതുപോലെ എഴുതി ഒന്നും കണ്ടുപിടിക്കണ്ട. 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ ചോദിച്ചത്? 3 ഡിജിറ്റ് നമ്പർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മളോട് ചോദിച്ചത് 3 അക്ക സംഖ്യ. അപ്പൊ നിങ്ങൾ 3 × 2 × 1 ചെയ്താൽ നമ്മളുടെ ആൻസർ ആയി. സോ 3 × 2 × 1 എത്ര വരുവടാ? 6 എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കണം. 6 നമ്പേഴ്സ്, 6 സംഖ്യകൾ. ഓക്കെ ആണോ? സോ 6 നമ്പേഴ്സ് തന്നെയാണോ നമുക്ക് നേരത്തെ കിട്ടിയത് അല്ലേ? 6 നമ്പേഴ്സ് തന്നെയായിരുന്നു നേരത്തെ കിട്ടിയത്. സോ എൻ്റെ കുട്ടികളെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമുക്കിത് ഈ ഒരു ട്രിക്ക് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ നമ്പേഴ്സിലും അത് പ്രയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 4 നമ്പേഴ്സ് തന്നു എന്ന് വിചാരിക്കാം. 2, 3, 5, 8 ഈ 4 നമ്പേഴ്സ് തന്നു. ഇത് വെച്ച് നിങ്ങൾക്ക് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. 4 അക്ക സംഖ്യകൾ എത്ര എണ്ണം ക്രിയേറ്റ് ചെയ്യാം? അപ്പൊ നിങ്ങൾക്കുള്ള ട്രിക്ക് എന്താണ്? 4 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 × 3 × 2 × 1 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ആയി. നമ്പേഴ്സ് ഒക്കെ എഴുതി നോക്കണോ? വേണ്ട. എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നൊന്നും എഴുതി നോക്കി കണ്ടുപിടിക്കണം. നിങ്ങൾ ഈ ഒരു ട്രിക്ക് വെക്കുക. ഇത് കുറഞ്ഞു 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 വരണേ. 4, 3, 12, 12 × 2 24 നമ്പേഴ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 24 നമ്പേഴ്സുകൾ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 24 നമ്പേഴ്സുകൾ എഴുതി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടപ്പാടുള്ള പരിപാടി. ഈ ട്രിക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു 3 നമ്പേഴ്സ് തന്നിട്ട് അത് വെച്ച് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സുകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ട്രിക്ക് എന്തായിരുന്നു? 3 × 2 × 1 ചെയ്താൽ നമ്മൾ ആൻസർ എന്നായിരുന്നു. അതുപോലെ നിങ്ങളോട് ഏതെങ്കിലും ഒരു 4 നമ്പേഴ്സ് തന്നിട്ട് അത് വെച്ച് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 4 × 3 × 2 × 1 ചെയ്താൽ മതി. സിമ്പിളാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ നിങ്ങളൊരു 6 നമ്പേഴ്സുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്തു. 6 നമ്പേഴ്സുകളാണ്. 6 നമ്പേഴ്സ്. അപ്പൊ അത് വെച്ചിട്ട് എത്ര 6 ഡിജിറ്റ് നമ്പേഴ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതൊക്കെ നമ്പേഴ്സുകളായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതിന്റെ ആൻസർ ഒന്ന് എന്ത് ചെയ്യുക? നമ്മളെ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിക്ക് കത്തിയിട്ടുണ്ടായിരിക്കും. സോ ഈ ട്രിക്ക് എങ്ങനെയാ വരുന്നതെന്ന് ഇപ്പൊ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടായിരിക്കും അല്ലെ? ഈ ട്രിക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. ആ ട്രിക്ക് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? നമ്മളെ നമ്പർ വേർഡിൻ്റെ ലൈവ് ഓടിപ്പോയിട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് വാച്ച് ചെയ്ത് കളയുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ അതിൽ പറയുന്നുണ്ടായിരിക്കും. സോ എല്ലാവരും ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഈ ഒരു ട്രിക്ക് നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സിനൊക്കെ ചെയ്ത് കൊടുക്കുക.
ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും നമ്മളുടെ പൃഥ്വി ബാച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. സോ പൃഥ്വി ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എന്റെ കുട്ടികൾക്ക് ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തരട്ടെ. അപ്പോൾ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളുടെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. കൂടുതലായിട്ടുള്ള ഒരുപാട് ട്രിക്സുമായിട്ടാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ. ബൈ ബൈ, സീ യു.